രാവിലെ എണീറ്റ് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് തീയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നലെ കടയിൽ പോയപ്പോഴത്തേക്കും ചപ്പാത്തി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. ചപ്പാത്തി വാങ്ങിച്ചുകൊണ്ടൊന്ന് ചൂടാക്കി അതൊന്ന് എടുക്കുകയാണ്. അതിനിടയ്ക്ക് കുക്കറിൽ ഞാൻ ഉരുളക്കിഴങ്ങ് കറിക്കും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൽ കടുക് വറുത്തൊക്കെ ഒഴിക്കുകയാണ്. കറിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാബേജും സവാളയും കൂടെ കൊത്തിയരിഞ്ഞ് തോരത്തിനുള്ളത് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും തേങ്ങയും കൂടെ മിക്സിയിലടിച്ചൊന്ന് എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച ശേഷം ഞാൻ പാലെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചായക്കുള്ള പാൽ മുകളിൽ കൊണ്ടുവച്ചിരിക്കും. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയായിരുന്നു. അത് ഞാൻ അടുപ്പത്ത് വെച്ച സമയത്തിന് അണ്ണൻ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അണ്ണൻ്റെ കയ്യിൽ തിരിച്ചു വന്നപ്പോഴത്തേക്കും അർച്ചന ചെയ്ത് പൂവും പ്രസാദവും എല്ലാം ഉണ്ടായിരുന്നു. അവിലും മലരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ചെടുത്ത് കഴിക്കുകയാണ്. കഴിച്ചിട്ട് പിന്നെ അണ്ണനും ഞാനും കൂടി അടുക്കളയിലോട്ട് പോയി. അപ്പോൾ അണ്ണന് കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയും ഉരുളക്കിഴങ്ങ് കറിയും കൂടെ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അണ്ണൻ പറഞ്ഞ് ചൂടോടെ ചുട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒന്നുകൂടെ ചൂടോടെ ചുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിനിടയ്ക്ക് ചായയും കൂടെ ഇട്ട് അണ്ണനും ഒരു ഗ്ലാസ് കൊടുത്തു, ഞാനും കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നെത്തോലി മീൻ വറക്കാനുണ്ടായിരുന്നു, അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടേ.